പാല കിട്ടാതെ അലയുന്ന ചെകുത്താനെ പോലെ എന്നൊരു പ്രയോഗം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു. അത് അന്വർത്ഥമാക്കുകയാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ചില നേതാക്കൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് 2 തവണ വിജയിപ്പിച്ച എം.പിക്കെതിരെയാണ് ഇപ്പോൾ ചില വിമർശനങ്ങൾ ഇക്കൂട്ടർ നടത്തുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്ന 12 മണിക്കൂർ ഉപവാസ സമരത്തെ പരിഹസിക്കുകയാണ് ഇവർ. മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായ വന്യമൃഗ ശല്യത്തിനെതിരെ നടപടിയെടുക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി കാസർഗോഡ് ബോവിക്കാനത്ത് 12 മണിക്കൂർ ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ബോവിക്കാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തീരുമാനിച്ച കാര്യം എം.പി സൂത്രത്തിൽ തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തു എന്നതാണ് വിമർശനം. എന്നാൽ അതാണോ സത്യം? യാഥാർത്ഥ്യത്തെ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം ഇത്തരമൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കാസർഗോഡ് ഉണ്ണിത്താനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? മലയോര ജനത നേരിടുന്ന ഏറ്റവും വലിയ വിഷയമായ പന്നി ശല്യത്തെക്കുറിച്ച് പാർലമെന്റിൽ ശബ്ദമുയർത്തിയ നേതാവിന്റെ പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. മാത്രമല്ല ഈ സമരം എന്തിനെ ബോവിക്കാനം പോലുള്ള മേഖലയിൽ വെക്കണം എന്നുള്ള വിമർശനവും ഉണ്ടായിരുന്നു. ഈ വിമർശിക്കുന്നവർ അവിടെ നടക്കുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായ ധാരണയില്ലാതെയാവും സംസാരിക്കുന്നത്. കാരണം ബോവിക്കാനം ഉൾപ്പെടുന്ന മേഖലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആനകൾ ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല 2ഓളം പുലികളുടെ സാന്നിധ്യവും ബോവിക്കാനം മേഖലയിൽ കണ്ടതായും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയല്ലാതെ പിന്നെ എവിടെയാണ് സമരം നടത്തേണ്ടത്? സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണ് സ്ഥലം എം.പി ഉപവാസം നടത്തുന്നത്. ഇതടക്കം 3ഓളം നിരാഹാര ഉപവാസ സമരങ്ങൾ കാസർഗോഡിന്റെ മണ്ണിൽ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിട്ടുണ്ട്. ഏതു വിഷയത്തിലും ഉണ്ണിത്താന്റെ സാന്നിധ്യം കാസർഗോഡുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ 2ാമതും കാസർഗോഡിന്റെ എം.പി ആയി മാറിയിരിക്കുന്നത്. ആദ്യ ടേമിൽ 40,438 ആയിരുന്നു ഭൂരിപക്ഷമെങ്കിൽ 2ാം തവണ അത് 1,00,000-ലും കവിഞ്ഞ് ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം ഉയർന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് കാസർഗോഡിന്റെ ജനങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ അംഗീകാരമാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ഇത്തരത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അല്ലാത്തവർ എവിടെയും എത്താതെ കഴുത കാമം കരൻ തീർക്കുന്നു എന്ന് പറയും പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായി മാറിക്കൊണ്ടേയിരിക്കും.